ആലപ്പുഴയിൽ കെ.എസ്.ഇ.ബി. ജീവനക്കാരനെ കാറിടിച്ച് വീഴ്ത്തി നിർത്താതെ പോയ സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നതായി പരാതി. ആലപ്പുഴ പുലിയൂർ പഞ്ചായത്ത് ആദിത്യഭവനിൽ അനിൽകുമാറാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ മെയ് 11 രാത്രിയോടെയായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞു മടങ്ങവേ മാവേലിക്കര തട്ടാരമ്പലം ജംഗ്ഷനിൽ വെച്ച് അനിൽകുമാറിനെ ഇടിച്ചിട്ട ശേഷം സ്വിഫ്റ്റ് കാർ നിർത്താതെ പോവുകയായിരുന്നു. ഹരിപ്പാട്ട് നിന്നും വന്ന ആംബുലൻസ് ജീവനക്കാരാണ് അനിലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടം നടന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താൻ മാവേലിക്കര പോലീസ് തയ്യാറാകുന്നില്ല എന്നതാണ് കുടുംബത്തിന്റെ പരാതി. മെയ് 11 ജോലി കഴിഞ്ഞ് വരുന്ന വഴി തട്ടാരമ്പലം ജംഗ്ഷൻ വെച്ച് വണ്ടി കഴിഞ്ഞ ആക്സിഡൻ്റായി. അതുപോലെ കാലിൻ്റെ ഒരു വിരൽ കട്ട് ചെയ്ത് പിന്നെ 3 വിരൽ കമ്പി ഇട്ടേക്കുകയാണ്. ഇതുവരെയായിട്ട് ആ വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടിയുടെ നമ്പരൊന്നും ഇതുവരെയായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ വിഷയം കിട്ടിയിട്ടുമില്ല. പോലീസ് ഇതുവരെയായിട്ട് അവർ പോയി 2-3 പ്രാവശ്യം പോയി അന്വേഷിച്ച് നമ്പർ കിട്ടുന്നില്ല. വണ്ടി സ്പീഡിലാണ് പോകുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പറയുന്നത്. ഞങ്ങൾ മാവേലിക്കര സ്റ്റേഷനിൽ ചെന്നപ്പം അശോക് എന്ന് പറഞ്ഞ ഒരു സാറാ ഞങ്ങളോട് പറഞ്ഞ് ആ പരാതിയെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട്, പോയി അന്വേഷിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങും ചെന്ന് അന്വേഷിച്ചിട്ട് നമ്പർ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വിളിച്ചോളാമെന്ന സാർ ഞങ്ങളോട് പറഞ്ഞു. അശോക് എന്ന് പറഞ്ഞൊരു സാറാ. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വക്കീൽ വിളിച്ചു, നിശ്ചയ എന്ന വക്കീലിൻ്റെ പേര്. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ ഒന്നും റെസ്പോണ്ടിങ് കാണിക്കാത്ത പക്ഷം നിങ്ങൾ ആലപ്പുഴ കൊടുക്കാൻ പറഞ്ഞ വക്കീൽ SP ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുത്തപ്പം അവിടുന്ന് ഒരു പേപ്പർ എഴുതി തന്നു. ആ സാറ് പറഞ്ഞത് നിങ്ങൾ ചെങ്ങന്നൂർ DYSPക്ക് പരാതി കൊടുക്കാനാണ് പറഞ്ഞത്. അവിടെയും ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അന്ന് സാറില്ലായിരുന്നു. അവിടെ ഇരുന്ന സാർമാരാണ് ഞങ്ങളോട് വാങ്ങിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിന്റെ കാലിലെ ഒരു വിരൽ സർജറിയിലൂടെ മുറിച്ചുമാറ്റി. മറ്റു 3 വിരലുകളിലെ അസ്ഥികൾ തകർന്ന നിലയിൽ കമ്പിയിട്ടിരിക്കുകയാണ്. പല്ലുകൾ കൊഴിയുന്നതും മുഖത്ത് ആഴത്തിൽ പരിക്കേൽക്കുകയും ചെയ്ത ഇദ്ദേഹത്തിന് ഇനിയും പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള തുടർ ചികിത്സകൾ ആവശ്യമാണ്. ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിനാൽ ഭീമമായ തുകയ്ക്കുള്ള മരുന്നുകൾ പൂർണ്ണമായും പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ദിവസേനയുള്ള ഡ്രസ്സിങ്ങിനായി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയിലാണിപ്പോൾ ഈ കുടുംബം. കാറ് വന്നിടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് അവരങ്ങ് പോയി. അവർ നോക്കിയതോ എടുത്തതോ ഒന്നുമില്ല. അവിടെ കിടന്ന് അവിടുന്ന് ഹരിപ്പാട്ടു നിന്ന് വന്ന ആംബുലൻസുകാരെടുത്ത് മാവേലിക്കര കൊണ്ടുവരുന്നു. അവിടുന്ന് കൊണ്ടുവന്ന് അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകുമായിരുന്നു. കോട്ടയത്ത് കൊണ്ടുപോയി അവിടെ 2-3 ദിവസം കഴിഞ്ഞ് അവർ നോക്കിയെടുക്കുകയൊക്കെ ചെയ്ത് തുടക്കവേ എല്ലാം നോക്കിയിട്ടൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ. പിന്നെ കാലേ കമ്പിയിട്ട് 3 വിരലിൽ 2ാമത്തെ വിരൽ മുറിച്ച്. പിന്നെ പത്തിയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല മുറിവ്. പിന്നെ 3 പല്ല് പോയി. അങ്ങനെ പിന്നെ അവിടുന്ന് 3 ആഴ്ച കഴിയുമ്പോൾ കൊണ്ടുചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത് പ്ലാസ്റ്റിക് സർജറിക്ക്. അവിടുന്ന് മാവേലിക്കരയ്ക്ക് വിട്ട് അവിടെ 8 ദിവസം കിടന്ന് അവിടുന്ന് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ദിവസവും കൊണ്ടുചെല്ലണം ഡ്രസ്സ് ചെയ്യാൻ. കഴിഞ്ഞ ഏപ്രിൽ 26-നായിരുന്നു അനിൽകുമാറിന്റെ മൂത്ത മകളുടെ വിവാഹം. ഇതിനായി വിവിധ ബാങ്കുകളിൽ നിന്നും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നുമായി 7 ലക്ഷത്തോളം രൂപയാണ് കുടുംബം കടമെടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രതിമാസ തിരിച്ചടവുകൾ മുടങ്ങിയതോടെ കുടുംബം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. അപകടം നടന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താൻ മാവേലിക്കര പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. തട്ടാരമ്പലം ജംഗ്ഷനിലെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ പ്രതികളെ കണ്ടെത്താമെന്നിരിക്കെ പോലീസ് കാണിക്കുന്ന മെല്ലെപ്പോക്ക് നയം സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടെന്ന് കുടുംബം പറയുന്നു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.